അങ്ങനെ നിന്ന നമുക്ക് ശരിയായി കുഴപ്പമില്ല. ഇനിയിപ്പോ അങ്ങ് പൊക്കോളും. റെക്കോർഡിംഗ് തുടങ്ങി സാർ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഓം സഹനാവതു സഹനവു ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയമായ പഠിതാക്കൾ ആറാം അധ്യായം നമ്മൾ തുടങ്ങിയില്ലേ? തുടങ്ങി 4 എടുത്തു. ഇനി അഞ്ചാമത്തെ. യോ ഹവ ആയതനം വേദായതനം സ്വാനം ഭവതി ആയതനം ജനാനം മനോവ ആയതനം ആയതനം സ്വാനം ഭവതി ആയതനം ജനാനം ഏവം വേദാം. അങ്ങനെയുള്ളത് ഒരു ഏകതാനതയോട് കൂടി പോകുന്ന. മുമ്പ് എന്താണ് ആരാണോ പ്രാണനെ ഉപാസിക്കുന്നത് അത് ചക്ഷുഫാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അടുത്തയിലേക്ക് വന്ന് ശ്രോത്രത്തിലാണ്. അപ്പൊ ഇത് ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ്. ഈ പ്രാണോപാസനയിൽ ഇന്ദ്രിയങ്ങളുടെ മഹാത്മ്യത്തെ കുറിച്ച് പറഞ്ഞു വരികയാണ്. അപ്പൊ മേളത്തെ വരി തന്നെയാണ്, ഒറ്റ വാക്കോ ഒരു വരിയോ മാറുന്നുള്ളൂ, ബാക്കിയെല്ലാം അത് തന്നെയാണ്. അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് അധികം അർത്ഥം പറഞ്ഞു പോകാനില്ല, അത് തന്നെയാണ്. യോ ഹവ ആയതനം വേദ. ആരാണോ ആയതനം എന്നുള്ള വാക്കിന്റെ അർത്ഥം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആശ്രയം എന്നാണ്. ആശ്രയം ആരാണോ അറിയുന്നത്, ആയതനം ഫാനാം ഭവതി, അത് അവരുടെ തന്നെ ആയതനമാണ്, ആശ്രയമാണ്. അത് ജനങ്ങളുടെ ആശ്രയമാണ്, മനസ്സാണ് ഇവിടെ ആയതനം. മുമ്പ് കണ്ണാണെന്ന് പറഞ്ഞു, അവിടെ ചെവിയാണെന്ന് പറഞ്ഞു, അതേപോലെ വാക്കാണെന്ന് പറഞ്ഞു. എന്നിങ്ങനെ ഓരോന്നിലും ഓരോ വിഷയം പറഞ്ഞു. ഇപ്പം മനസ്സാണ് ആയതനം. സ്വാനാം ഭവതി ആയതനം ജനാനാം ഏവം വേദ. കാരണം മനസ്സാണ് ഇന്ദ്രിയങ്ങൾക്കും വിഷയങ്ങൾക്കും ആശ്രയം. മനസ്സിനെ ആശ്രയിക്കുന്ന വിഷയങ്ങളാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. അല്ലാത്ത ഒന്നും മനസ്സില്ലാത്ത ഒരു വിഷയം അനുഭവിക്കാൻ പറ്റില്ല. മനസ്സിന്റെ സങ്കല്പത്തിനനുസരിച്ച് ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കും. അങ്ങനെയുള്ള ആശ്രയത്തോടു കൂടിയ മനസ്സിനെയാണ് പ്രാണനായി ഉപാസിക്കുന്നത്. അവനും ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും ആശ്രയമാണ്. ഇതാണ് ഈ ആശ്രയം എന്നുള്ള വാക്കുകൊണ്ട് പറഞ്ഞു വരുന്നത്. ഉപാസനയിൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് മനസ്സാണ്. അങ്ങനെ മനസ്സ് ഇന്ദ്രിയങ്ങൾ കൂടി വിഷയത്തിലേക്ക് എത്തും. മനസ്സിന്റെ സങ്കല്പത്തിനനുസരിച്ചാണ് വിഷയങ്ങൾ. ഏത് വിഷയം എങ്ങനെ വേണമെന്ന് സങ്കല്പിക്കുന്ന മനസ്സാണ്. അങ്ങനെ ആശ്രയം എന്ന ഗുണത്തോടു കൂടിയ മനസ്സ്, ആ മനസ്സിനെയാണ് പ്രാണനായി ഉപാസിക്കുക. അങ്ങനെ ഉപാസിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് അയാൾ തന്നെ ബന്ധുവാകും, മറ്റുള്ളവർക്കും ആശ്രയമാകും, ലോകങ്ങൾക്കും ആശ്രയം. യോ ഹവ ആയതനം വേദ ആയതനം സ്വാനം ഭവതി ആയതനം ജനാനാം മനോവായതനം ആയതനം സ്വാനാം ഭവതി ആയതനം ജനാനാം ഏവം വേദ. യോ ഹവൈ പ്രജാതി വേദപ്രജായദേഹം പ്രജയാ പശുഭി രേതോ വൈ പ്രജാതി പ്രജായദേഹ പ്രജയാ പശുഭിയ ഏവം വേദ. യോ ഹ വൈ പ്രജാതി. പ്രജാതി എന്ന് വെച്ചാൽ പ്രജയെ ജനിപ്പിക്കുന്നത് എന്നുള്ളൂ. അവിടെ പ്രജാതി എന്ന വാക്കിന്റെ അർത്ഥം. ആരാണോ പ്രജാതിയെ വേദ അറിയുന്നത്, പ്രജായദേഹ പ്രജയാ പശുഭി. പ്രജായത്തെ പ്രജയായത്തെ സന്താനങ്ങളെ കൊണ്ട്, പശുഭിഹി പശുക്കളെ കൊണ്ട്, പ്രജായത്തെ തുടർന്നുള്ള ജനനം കൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കാം. പ്രജായത്തെ ഇവിടെ പ്രജനനത്തിന് കാരണം എന്താണ്? രേതോ വൈ പ്രജാതി. രേതസാണ്, ബീജമാണ്. അതാണ് പ്രജായതേ ഹ പ്രജയ. സന്തതിയിലൂടെ ഇവിടെ
എന്താ പ്രജനനം നടത്തുന്നത്. അതാണ് പശുഭിഹി യഹ ഏവം വേദ. ഇപ്പൊ രേതസ് ജനനേന്ദ്രിയത്തിന്റെ ഒരു ഉപലക്ഷണമാണ്. അപ്പം ആരാണോ പ്രജനനം ആഗ്രഹിക്കുന്നവർ അവർ രേതസിനെ ആശ്രയിക്കുന്നു. ആ രേതസ് പ്രാണൻ തന്നെയാണ്. കാരണം പ്രാണനിൽ ഉണ്ടെങ്കിൽ മാത്രമേ രേതസ് പ്രവർത്തിക്കുള്ളൂ, അല്ലെ രേതസിന് പ്രവർത്തനമില്ല. അപ്പം ഈ രേതസിനെ പ്രാണനായി എന്ത് ചെയ്യണം? ഉപാസിക്കണം. അപ്പോഴേ ഉള്ളൂ യഥാർത്ഥമായ സജ്ജനങ്ങളുടെ സത്പ്രജകളെ ജനിപ്പിക്കാൻ പറ്റുള്ളൂ. ഉപാസന എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിൽ നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കാം. ഓരോ ഇന്ദ്രിയങ്ങളും പ്രാണോപാസനയിൽ കൂടിയാണ് നമ്മൾക്ക് സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ, നല്ലത് കേൾക്കാൻ, നല്ലത് ചെയ്യാൻ, നല്ലത് കാണാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഉപാസനയുടെ ലക്ഷ്യം. അവിടെയാണ്. ഇതില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ഇഷ്ടാനുസരണം കാണാനും കേൾക്കാനും ഒക്കെ തോന്നിയ പോലെ ആവാം. രേതവ വിസർജനവും അങ്ങനെ തന്നെയാണ്. അത് പ്രജകൾക്ക് വേണ്ടിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രജാതിയാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ആരാണോ യോ വൈ പ്രജാതിം വേദ, ആരാണോ ഈ പ്രജനനത്തെ അറിയുന്നത്, അവൻ സന്താനങ്ങളെ കൊണ്ടും അതുപോലെ മൃഗങ്ങളെ കൊണ്ടും ഒക്കെ അവരെയൊക്കെ എന്ത് ചെയ്യുന്നു? പ്രജനനം ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പൊ പ്രജനനത്തിന്റെ ലക്ഷ്യം അഭിവൃദ്ധിയാണ്. അതുകൊണ്ട് രേതസിനെ പ്രാണനായി കണ്ട് ഉപാസിക്കണം. യോ ഹ വൈ പ്രജാതിം വേദ പ്രജായതേഹ പ്രജയാ പശുഭി രേതോ വൈ പ്രജാതി പ്രജായതേഹ പ്രജയാ പശുഭിര്യ ഏവം വേദാം. യോ ഹ വൈ പ്രജാതിം വേദ പ്രജായതേഹ പ്രജയാ പശുഭി രേതോ വൈ പ്രജാതി പ്രജായതേഹ പ്രജയാ പശുഭിര്യ ഏവം വേദാം. തേ ഹേ മേ പ്രാണ അഹം ശ്രേയസേ വിവദമാന ബ്രഹ്മജഗ്മുഹു തദ്ധോജുഹു ഹോ നോ വസിഷ്ഠൈതി തദ്ധോവാചാം യസ്മിൻ വ ഉത്ക്രാന്ത ഇദം ശരീരം പാപീയോ മന്യതേ ഭവോ വസിഷ്ഠൈതി. തേ അവർ, ആ ഇന്ദ്രിയങ്ങൾ, ഹ ആകട്ടെ, ഇമേ ഇവർ, പ്രാണാഹ ഈ പ്രാണങ്ങൾ, അഹം ശ്രേയസേ വിവദമാന, അഹം ശ്രേയസേ വിവദമാന സ്വന്തം ശ്രേയസിനായിക്കൊണ്ട് വിവാദിക്കുന്നവരായി, വിവാദമുണ്ടാക്കുന്നവരായി. ആ ഇന്ദ്രിയങ്ങൾ അവരവരുടെ സ്വന്തം ശ്രേയസനായിക്കൊണ്ട് വിവാദമുണ്ടാക്കി. തേഹേമേ പ്രാണാഹം അഹം ശ്രേയസേ വിവദമാന ബ്രഹ്മ ജഗ്മു. എല്ലാവരും കൂടി പ്രജാപതിയുടെ അടുത്തത്. ബ്രഹ്മ എന്ന പ്രജാപതി എല്ലാം കൂടെ പ്രജാപതിയുടെ അടുക്കൽ ചെന്നു. തത് ഹ ഉജുഹു തദ്ഭോജുഹു. അവനോട് പറഞ്ഞു, കോ നോ വസിഷ്ഠി. അവനോട് പറഞ്ഞു, നഹ ഞങ്ങളുടെ ഇടയിൽ കഹ ആരാണ് വസിഷ്ഠ ശ്രേഷ്ഠൻ. വശിതിഷ്ഠ വസിഷ്ഠ ശ്രേഷ്ഠൻ എന്ന്. ഞങ്ങളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന് അവർ പ്രജാപതിയോട് ചോദിച്ചു. യസ്മിൻ വ ഉത്ക്രാന്ത ഇതം ശരീരം പാപിയോ മന്യതേ ഭവോ വസിഷ്ഠേ. അപ്പൊ പ്രജാപതി പറഞ്ഞു, ഈ യസ്മിൻ യാതൊന്നിൽ, വഹ നിങ്ങൾ, ഉത്ക്രാന്ത നിങ്ങൾ പുറത്തു പോകുമ്പോൾ, ഇതം ശരീരം പാപിയോ മന്യതേ നിങ്ങൾ ആര് പുറത്തു പോകുമ്പോഴാണ് ഈ ശരീരം നികൃഷ്ടമായി പാപമുള്ളതായി വിചാരിക്കുന്നത്, അവനാണ് നിങ്ങളുടെ ശ്രേഷ്ഠൻ. ഇന്ദ്രിയങ്ങളുടെ ഇടയിൽ പ്രാണന്റെ ശ്രേഷ്ഠത കാണിക്കാൻ വേണ്ടി ഒരു ഉപാഖ്യാനം പറയുന്നതാണ്, ഒരു കഥ. അത്രേ ഉള്ളൂ. ഈ കഥ ഇതിനുമ്പ് അല്പ വ്യത്യാസത്തിൽ ഇതിനുമ്പ് നമ്മൾ പഠിച്ച 2-3 ഉപനിഷത്തിൽ വന്നിട്ടുണ്ട്. വേദത്തിൽ അല്ല, ദേവന്മാരിൽ അധിഷ്ഠിതമാണ് ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങൾക്ക് ദേവതകളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ
അവയെ പ്രാണൻ എന്ന് പറയാൻ കാരണം ഇന്ദ്രിയങ്ങളെ ഇവിടെ പ്രാണൻ എന്നുള്ള വാക്കിലാണ് പറഞ്ഞിരിക്കുന്നത്. ദേവതകളുടെ ഇടയിലും മത്സരങ്ങളും കലഹമൊക്കെ ഉണ്ടാവല്ലോ, നമുക്കറിയാം, ധാരാളമുണ്ട്. ഈ ശരീരം എന്നുള്ളത് അശുദ്ധമായ വസ്തുക്കളുടെ ഒരു സംഘാതവും കൂടിയാണ്. നമുക്കറിയാം, മലം, മൂത്രം, കഫം, ഇങ്ങനെ അശുദ്ധ വസ്തുക്കൾ ധാരാളം ഉള്ളിലുണ്ട്. ഇതിൻ്റെ ഒരു സംഘാതം തന്നെയാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ ശരീരം. അതുകൊണ്ട് ആര് പുറത്തു പോയാൽ ഈ ശരീരം കൂടുതൽ നികൃഷ്ടമാകുന്നുവോ അവനാണ് ശ്രേഷ്ഠൻ എന്ന് പറയാം. ആരാണ് ശ്രേഷ്ഠൻ എന്നാണ് ഇന്ദ്രിയങ്ങൾ ചെന്ന് പ്രജാപതിയോട് ചോദിച്ചത്. അപ്പൊ പ്രജാപതി പറഞ്ഞു, നിങ്ങളിൽ ആരാണോ പുറത്തു പോകുമ്പോൾ ഈ ശരീരം ഉത്കൃഷ്ടമാകാതിരിക്കുന്നത്, ശ്രേഷ്ഠമാവാതിരിക്കുന്നത്, മലിനപ്പെടുന്നത്, കേടാകുന്നത്, ചീത്തയാകുന്നത്, അങ്ങനെ അവനാണ് ഉത്കൃഷ്ടൻ എന്ന് കണ്ടറിയാൻ വിഷമില്ല. തേ ഹേ മേ പ്രാണ അഹം ശ്രേയസേ വിപദമാന ബ്രഹ്മജഗ്മുഹു തദ്ധോജുഹു കോ നോ വസിഷ്ഠൈതി തദ്ധോവാചാം യസ്മിൻ വ ഉത്ക്രാന്ത ഇദം ശരീരം പാപീയോ മന്യതേ ഭവോ വസിഷ്ഠൈതി. തേ ഹേ മേ പ്രാണ അഹം ശ്രേയസേ വിപദമാന ബ്രഹ്മജഗ്മുഹു തദ്ധോജു കോ നോ വസിഷ്ഠൈതി തദ്ധോവാചാം യസ്മിൻ വ ഉത്ക്രാന്ത ഇദം ശരീരം പാപീയോ മന്യതേ ഭവോ വസിഷ്ഠൈതി. സാറ് മ്യൂട്ട് ആയിപ്പോയല്ലോ, നമുക്ക് കേക്കത്തില്ലല്ലോ സാറേ. വീണ്ടും അങ്ങനെ ആയി സാറേ. ഉച്ചക്രാമ സാ സംവത്സരം പ്രോഷ്യ ആഗത്യ ഉവാച കഥമശകഥ മതതേ ജീവിതുമിതി ദേഹോജുഹു യഥാകല അവതന്തു വാചാ പ്രാണന്തപ്രാണേന പശ്യന്തശ്ചക്ഷുഷാ ശൃണ്വന്തശ്രോത്രേണ വിദ്വാംസോ മനസാ പ്രജായമാനാരേതസാ ഏവം അജീവേഷ്ണേതി പ്രവിവേശഃ. വാക്ക് ഹ ഉച്ചക്രാമ, വാക്ക് ഹ ഉച്ചക്രാമ, വാഗ്ഘോച്ചക്രാമ, വാക്ക് ഹ ഉച്ചക്രാമ. കുടിച്ചിരുമ്പോൾ വാഗ്ഘോച്ചക്രാമ, വാക്ക് പുറത്തു പോവുക തന്നെ ചെയ്തു. ആദ്യം പുറത്തു പോയത് വാക്കാണ്. ഫ, ആ വാക്ക് സംവത്സരം പ്രവിശ്യ, ഒരു വർഷക്കാലം പുറത്തു പോയി താമസിച്ചു. ആഗത്യ ഉവാച, തിരിച്ചു വന്ന് ഉവാച പറഞ്ഞു, കഥമശകഥ മതതേ ജീവിതമിതി. മതതേ, എന്നെ കൂടാതെ, കഥം ജീവിതം അശകഥ, എങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നു? എന്നെ കൂടാതെ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റി ഈ ഒരു വർഷക്കാലം എന്ന് ഈ പുറത്തുപോയ വാക്ക് ചോദിച്ചു. ദേഹോജു, ബാക്കിയെല്ലാം നിങ്ങൾ പറഞ്ഞു. യഥാ, എപ്രകാരമാണോ, അകലാഹ, ഈ കല ഇല്ലാത്തവർ, കലയത്തെ ഉണ്ടാക്കുക, ശബ്ദത്തെ ഉണ്ടാക്കുക, അതില്ലാത്തവർ അകലാഹ, ശബ്ദം ഉണ്ടാക്കാത്തവരായിട്ട്, അവദന്തഃ വാച, വാക്കൊന്നും പറയാത്തവരായിട്ട്, പ്രാണേന പ്രാണന്തഃ, പ്രാണനെ ശ്വസിച്ചുകൊണ്ട്, പശ്യന്തശ്ചക്ഷുഷ, കണ്ണു കണ്ടുകൊണ്ട്, ശൃണ്വന്ത ശ്രോത്രേണ, ചെവി കേട്ടുകൊണ്ട്, വിദ്വാംസു മനസ,
പ്രജായമാനാ രേതസ. വിദ്വാൻമാർ മനസ്സുകൊണ്ട് പ്രജായമാന രേതസ് കൊണ്ട് പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ട് ഏവം ഉപജീവിഷ്മ ഇത്, ഇങ്ങനെ ഞങ്ങൾ കഴിഞ്ഞുകൂടി. വാക്ക് പുറത്തു പോയതുകൊണ്ട് എന്ത് പറ്റിയിട്ട് ഒന്നും പറ്റിയില്ല. മിണ്ടാൻ പറ്റിയില്ല, ശബ്ദം ഉണ്ടാക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, സ്പർശിച്ചറിയുന്നുണ്ട്, ശ്വസിക്കുന്നുണ്ട്, വിസർജിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, രേതസ് വിസർജിക്കുന്നുണ്ട്, അത് സ്ത്രീയിൽ സംഗമിച്ച് സന്താനങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ശബ്ദമില്ലെന്ന് മാത്രമേ ഉള്ളൂ, വാക്കുകൾ ശബ്ദമില്ലെന്ന് മാത്രമേ ഉള്ളൂ, വേറൊരു കുഴപ്പമില്ല. ഞങ്ങളൊക്കെ സുഖമായി ജീവിക്കുന്നു എന്ന് 1 വർഷം പുറത്തു പോയിട്ട് തിരിച്ചു വന്ന് ഈ വാക്കിനോട് മറ്റെല്ലാവരും പറഞ്ഞു. വാഗ്ഘോച്ചക്രാമ സംവത്സരം പ്രോഷ്യ ആഗത്യ ഉവാച കഥമശകഥ മദൃതേ ജീവിതുമിതി തേ ഹോരു യഥാ കലാഹ അവദന്തോ വാച പ്രാണന്തപ്രാണേന പശ്യന്തശ്ചക്ഷുഷ ശൃണ്വന്തശ്രോത്രേണ വിദ്വാംസോ മനസ പ്രജായമാനാരേതസ ഏവം ഉപജീവിഷ്മേതി പ്രവിവേശഃ വാഗ്ഘ ഉച്ചക്രാമ വാഗ്ഘോച്ചക്രാമ സംവത്സരം പ്രോഷ്യ ആഗത്യ ഉവാച യഥാ കഥം അശകത മദതേ ജീവിതുമിതി തേഹോജുഹു യഥാ അകലാഹ അവദന്തോ വാചാഹം പ്രാണന്തപ്രാണേന പശ്യന്തശ്ചക്ഷുഷ ശൃണ്വന്തശ്രോത്രേണ വിദ്വാംസോ മനസാ പ്രജായമാനോ രേതസാം ഏവം ഉപജീവിഷ്മേതി പ്രവിവേശഃ വാക്. ചക്ഷുർഹോച്ചക്രാമ തത് സംവത്സരം പ്രോഷ്യ ആഗത്യ ഉവാച കഥമശകതമതേ ജീവിതുമിതി തേഹോജുഹു യഥാ അന്ധോപ അപശ്യന്തശ്ചക്ഷുഷ പ്രാണന്തപ്രാണേന വദന്തോ വാച ശൃണ്വന്തശ്രോത്രേണ വിദ്വാംസോ മനസാ പ്രജായമാനാരേതസ ഏവം അജീവിഷ്മേതി പ്രവിവേശഃ ചക്ഷു. അടുത്ത കണ്ണു പുറത്തുപോയി. ചക്ഷുർഹ ഉച്ചക്രാമ, ചക്ഷുഷ് പുറത്തേക്ക് പോയി. തത് സംവത്സരം പ്രോഷ്യ ആഗത്യ ഉവാച, 1 വർഷക്കാലം കണ്ണു പുറത്തു പോയിട്ട് തിരിച്ചെത്തി. അപ്പൊ എല്ലാവരും ചോദിച്ചു, കഥം അശകഥ മദൃതേ ജീവിതുമിതി, മദൃതേ എന്നെ കൂടാതെ ജീവിക്കുവാൻ കഥമശകഥ എങ്ങനെ പറ്റി? അവര് പറഞ്ഞു, യഥാന്ധാഹ അപശ്യന്ത, അന്ധനായിട്ട് കണ്ണു കാണാതെ, അപശ്യന്തശ്ചക്ഷുഷ കണ്ണു കാണാതെ, പ്രാണന്തപ്രാണേന മൂക്കിൽ കൂടി ശ്വസിച്ചുകൊണ്ട്, വദന്തോ വാച വാക്കുച്ചരിച്ചുകൊണ്ട്, ശൃണ്വന്തശ്രോത്രേണ ചെവി കേട്ടുകൊണ്ട്, വിദ്വാംസോ മനസ മനസ്സുകൊണ്ട് അറിഞ്ഞ പണ്ഡിതനായിട്ട്, പ്രജായമാനാരേതസ രേതസ് വിസർജിച്ച് സന്താനങ്ങളെ ഉണ്ടാക്കിക്കൊണ്ട്, ഏവം ജീവിഷ്മേതി അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു. പ്രവിവേശഃ. അപ്പ പിന്നെ ഈ കണ്ണ് അകത്തോട്ട് 1 വർഷക്കാലം കണ്ണ് കാണാതെ അഹങ്കാരത്തോട് കണ്ണ് തിരിച്ചെത്തി ചോദിച്ചു, എങ്ങനെയുണ്ട് ഞാൻ പോയപ്പം? ഒരു കുഴപ്പമില്ല, കണ്ണ് കാണുകയെന്ന് മാത്രമേ ഉള്ളൂ. ചെവി കേൾക്കാം, വാക്കുച്ചരിക്കാം, മനസ്സുകൊണ്ട് ചിന്തിക്കാം, ഭക്ഷണം കഴിക്കാം, നാവിൽ രസമറിയാം, രേതസ് വിസർജിച്ച് സന്താനങ്ങളെ സൃഷ്ടിക്കാം, ഒക്കെ നടക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, കണ്ണ് കാണുകയെന്ന് മാത്രം. ചക്ഷുർഹോച്ചക്രാമാം തത് സംവത്സരം പ്രോഷ്യാഗത്യോവാച കഥമശകഥമതേ ജീവിതുമിതി ദേഹോജുഹു യഥാ അന്ധാപശ്യന്തശ്ചക്ഷുഷ പ്രാണന്തപ്രാണേന വദന്തോ വാച ശൃണ്വന്തശ്രോത്രേണ വിദ്വാംസോ മനസാ പ്രജായമാനാരേതസ ഏവം അജീവിഷ്മേതി പ്രവിവേശഃ ചക്ഷുഃ. ചക്ഷുർഹോച്ചക്രാമ തത് സംവത്സരം പ്രയോഷ്യ ആഗത്യോവാച കഥമശകഥ മദതേ ജീവിതുമിതി തേഹോജുഹു
യഥാ പശ്യന്തശ്ചക്ഷുഷാ പ്രാണന്തപ്രാണേന വദന്തോ വാചാം ശൃണ്വന്തശ്രോത്രേണ വിദ്വാംസോ മനസാ പ്രജായമാനാരേതസാം ഏവം അജീവിഷ്മേതി പരിവേഷഃ ചക്ഷുഃ ശ്രോത്രം ഹോച്ചക്രാമാം തത് സംവത്സരം പ്രോഷ്യാഗത്യോവാചാം കഥവശകതമന്തേ ജീവിതമിതി ദേഹോജുഃ യഥാ ബധിരാ അശൃണ്വന്തശ്രോത്രേണ പ്രാണന്തപ്രാണേന വദന്തോ വാചാം പശ്യന്തശ്ചക്ഷുഷാ വിദ്വാംസോ മനസാ പ്രജായമാനാരേതസാ ഏവം അജീവിഷ്മേതി പരിവേഷഃ ശ്രോത്രം ഉച്ചക്രാമ. അപ്പ ചെവി ഞെളിഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നാൽ ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം, അപ്പ കാണാം ഒരു കളി. തത് സംവത്സരം പ്രവിശ്യ ആഗത്യ. ശ്രോത്രേന്ദ്രിയം 1 വർഷം പുറത്തു പോയിട്ട് തിരിച്ചു വന്ന് ചോദിച്ചു, കഥമാശകഥ എങ്ങനെയുണ്ട്? മതതേ ജീവിതമിതി, എന്നെ കൂടാതെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? തേഹോച്ചു, അവർ പറഞ്ഞു, യഥാ ബധിര, ബധിരനായി ഞങ്ങൾക്ക്. അശൃണ്വന്തഃ, ഒന്നും കേൾക്കാൻ മേല. ശ്രോത്രേണ, ചെവി കൊണ്ടൊന്നും കേൾക്കാൻ മേല, ബധിരനായി. ഇത്ര മാത്രമേ ഉള്ളൂ. പ്രാണേന, ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റുന്നുണ്ട്. വദന്തോ വാച, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പശ്യന്തശ്ചക്ഷുഷ, കണ്ണു കാണാൻ പറ്റുന്നുണ്ട്. വിദ്വാംസോ മനസ, മനസ്സുകൊണ്ട് വിചാരണ ചെയ്യുന്നുണ്ട്. പ്രജായമാനാരേതസ, പ്രജാ സൃഷ്ടി ചെയ്യുന്നുണ്ട്. ഏമോ ഉപജീവിഷ്മേതി പരിവേഷ ശ്രോത്രം. ഒരു കുഴപ്പമില്ല. അപ്പം ചെവി അകത്തേക്ക് പ്രവേശിച്ചു. ശ്രോത്രമഹോക്ഷക്രാമാ തത് സംവത്സരം പ്രോഷ്യ ആഗത്യോവാചാം കഥമശകഥമതേ ജീവിതമിതി ദേഹോജു യഥാ ബധിര അശൃണ്വന്ത ശ്രോത്രേണ പ്രാണന്തപ്രാണേന വദന്തോ വാച പശ്യന്തശ്ചക്ഷുഷാ വിദ്വാംസോ മനസാ പ്രജായമാന രേതസാ ഏവ ഉപജീവിഷ്മീയതി പ്രവിവേശഃ ശ്രോത്രം മനോഹോച്ചക്രാമാം തത് സംവത്സരം പ്രോക്ഷ്യാഗത്യോ വാചാം കഥമശകഥമതേ ജീവിതമിതി ദേഹോജു യഥാ മുഗ്ധാഹം അവിദ്വാംസാ മനസാ പ്രാണന്ത പ്രാണേന വദന്തോ വാച പശ്യന്തശ്ചക്ഷുഷാ ശൃണ്വന്തശ്രോത്രേണ പ്രജായമാനാരേതസ ഏവമുപജീവിഷ്മേതി പ്രവിവേശഃ മനാം. അപ്പൊ മനസ്സ് പുറത്ത് വരും. മനോഹ ഉച്ചക്രാമ, മനസ്സ് പുറത്തു പോയിട്ട് തത് സംവത്സരം പ്രവിശ്യ അകത്തു പോകാൻ 1 വർഷം പുറത്തു പോയിട്ട് തിരിച്ചു. കഥമശകഥ മതതേ ജീവിതം, ഞാനില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റി? ദേഹോച്ചു, അവർ പറഞ്ഞു, യഥാ മുക്താഹ അവിദ്വാംസു മനസ്സ, എങ്ങനെയാണോ മുക്തന്മാർ, മൂഢന്മാർ, മനസ്സുകൊണ്ട് ചിന്തിക്കാത്തവരായിട്ട്, അറിയാത്തവരായിട്ട്, മൂഢന്മാർ മനസ്സുകൊണ്ടൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഇരിക്കാം. ആവോ, മനസ്സില്ലെങ്കിൽ എന്ത് സുഖം, ഒന്നും ചിന്തിക്കണ്ട, ഒന്നും അറിയണ്ട. പക്ഷേ പ്രാണേന പ്രാണന്ത, ശ്വാസോച്ഛ്വാസം ചെയ്യും. വദന്തോ വാച, വാക്ക് പറയാൻ പറ്റുന്നു. പശ്യന്ത ചക്ഷുഷ, കണ്ണ് കാണാൻ പറ്റുന്നുണ്ട്. ശൃണ്വന്ത ശ്രോത്രേണ, ചെവി കേൾക്കാൻ പറ്റും. പ്രജായമാനാരേതസ, പ്രജാ സൃഷ്ടി ചെയ്യുന്നുണ്ട്. ഏവം അജീവിഷ്മേതി പരിവേശഹമന. അങ്ങനെ ഒരു വിചാരം ചെയ്യാതെ മന്ദബുദ്ധിയായിട്ടിരുന്നാലും ജീവിക്കാം, ഒരു കുഴപ്പമില്ല. മനോഹോച്ചക്രാമാ തത് സംവത്സരം പ്രോഷ്യ ആഗത്യോ വാചാം കഥവശകഥമതേ ജീവിതമിതി ദേഹോജു യഥാ മുക്താഹ അവിദ്വാംസോ മനസാ പ്രാണന്ത പ്രാണേന വദന്തോ വാചാം പശ്യന്തശ്ചക്ഷുഷാ ശൃണ്വന്തശ്രോത്രേണ പ്രജായമാനാരേതസാം ഏവം അജീവിഷ്മേതി പ്രവിവേശഃ മനാം. മനോഹോച്ചക്രാമാ തത് സംവത്സരം പ്രോഷ്യ ആഗത്യോ വാചാം കഥമശകഥമതേ ജീവിതമിതി ദേഹോജു യഥാ മുക്താഹ അവിദ്വാംസോ മനസാ പ്രാണന്ത പ്രാണേന വദന്തോ വാചാം പശ്യന്തശ്ചക്ഷുഷാ ശൃണ്വന്തശ്രോത്രേണ പ്രജായമാനാരേതസാം ഏവം അജീവിഷ്മേതി പ്രവിവേശഃ മനാം.
രേതോഹോച്ചക്രാമാ തൽസംവത്സരം പ്രോഷ്യാഗത്യോവാചാം കഥമശകഥമതേ ജീവിതമിതി തേ ഹോജു യഥാ ക്രീബ അപ്രജായമാനാ രേതസാം പ്രാണന്തപ്രാണേന വദന്തോ വാച പശ്യന്തശ്ചക്ഷുഷ ശൃണ്വന്തശ്രോത്രേണ വിദ്വാംസോ മനസ ഏവം വിസ്മേതി പരിവേഷ ഹരേതാം. അവസാനം രേതസ് പുറത്തുപോയി. രേതസ് പുറത്തു പോയാൽ ഉണ്ടാവാതിരുന്നാൽ 1 വർഷം പോയിട്ട് തിരിച്ചെത്തി. ഞാനില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റിയെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ ക്ലീബന്മാരായിട്ട് നപുംസങ്ങളായിട്ട് അപ്രജായമാനാരേതസ, ഞങ്ങളുടെ രേതസ് കൊണ്ട് പ്രജാസൃഷ്ടി നടത്താൻ പറ്റാതായി, സന്താനമില്ലാതായി, അത്രേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാം? മൂക്കുകൊണ്ട് ശ്വസിക്കാം, വാക്കുകൊണ്ട് പറയാം, കണ്ണുകൊണ്ട് കാണാം, ചെവി കൊണ്ട് കേൾക്കാം, മനസ്സുകൊണ്ട് ചിന്തിക്കാം. അങ്ങനെ ഞങ്ങൾ ജീവിച്ചു. സന്താനം ഉണ്ടാകുന്നില്ലെന്ന് മാത്രം, വേറെ പ്രശ്നമില്ല. രേതോഹോച്ചക്രാമ തത് സംവത്സരം പ്രൂഷ്യ ആഗത്യോവാച കഥമശകഥമതേ ജീവിതമിതി തേ ഹോജു യഥാ ക്ലീബാഹ അപ്രജായമാനാ രേതസ പ്രാണന്തപ്രാണേന വദന്തോ വാച പശ്യന്തശ്ചക്ഷുഷ ശൃണ്വന്തശ്രോത്രേണ വിദ്വാംസോ മനസ ഏവം അജീവിഷ്മേതി പ്രവിവേശഹരേതാം. അഥഃ പ്രാണ ഉത്ക്രമിഷ്യൻ യഥാ മഹാസുഹയ സൈന്ധവ അഡ്വീശങ്കൂൻ ത്വം ഗൃഹേത് ഏവം ഹ ഏവ ഇമാൻ പ്രാണാൻ സംഭവഃ തേ ഹോജുഃ മാ ഭഗവ ഉത്ക്രമീഃ നവൈഷക്ഷ്യാമസ്തുദേവി തസ്യോ മേ ബലിം ചിരേതി വധേരി. അഥഃ പ്രാണാ ഉത്ക്രമിഷ്യൻ, പിന്നീട് പ്രാണൻ പുറത്തു പോകാൻ തുടങ്ങി. ഇവരെല്ലാം പോയി തിരിച്ചു വന്നപ്പോൾ ഒരു കുഴപ്പമില്ലാത്തപ്പോൾ പ്രാണൻ പുറത്തു പോകാൻ തുടങ്ങി. എപ്രകാരമാണോ യഥാ മഹാസുഹയ, നല്ല വേഗതയുള്ള മഹത്തായ സുഹയ കുതിര, സൈന്ധവ സിന്ധുദേശത്തുണ്ടായ കുതിരയാണ്, ലക്ഷണമൊത്ത കുതിര. പഡ്വീശ ശങ്കൂൻ, കെട്ടുകുറ്റികൾ. പഡ്വീശൻ പടുവായി ബന്ധിച്ചത്, അതിൻ്റെ ശംഖു എന്ന് വെച്ചാൽ തൂണ്, കുറ്റി എന്നർത്ഥം. പഡ്വീശ ശങ്കൂൻ സംവൃഹേത്, കെട്ടുകുറ്റികളെ വലിച്ചെടുക്കുമോ. അതായത് സിന്ധുദേശത്തിലുണ്ടായ ഏറ്റവും ശ്രേഷ്ഠമായ നല്ല കുതിര അതിൻ്റെ കെട്ടുകുറ്റികളെ പിഴുതെടുക്കുന്നത് എപ്രകാരമാണോ അപ്രകാരം ഏവം ഹ ഏവ ഇമാൻ പ്രാണാൻ സംഭവഃ, അതുപോലെയാണ് ഇമാൻ പ്രാണാൻ, ഈ ഇന്ദ്രിയങ്ങളെ, സംഭവഃ വലിച്ചെടുത്ത് തേ ഉജുഹ അവർ പറഞ്ഞു, മാ ഭഗവ ഉത്തമീഹി, ഭഗവാനെ അങ്ങ് പോകരുത്, നവൈ ശക്ഷ്യാമസ്തുതേ ജീവിതമിതി, നീ ഇല്ല ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. തസ്യോമേ ബലിം കുരുതേതി തഥേതി, അതുകൊണ്ട് തസ്യ ഊ മേ, അങ്ങനെയുള്ള എനിക്ക് ബലിം കുരുത, ബലിക്ക് ഇവിടെ ഉപഹാരം എന്നാണ് അർത്ഥം, എനിക്ക് ഉപഹാരത്തെ ചെയ്യൂ എന്നിങ്ങനെ ആവശ്യപ്പെട്ടു. തഥായിതി, അങ്ങനെ ആവശ്യപ്പെട്ടു. നല്ല ഉത്കൃഷ്ടമായ കുതിര, ആ കുതിരയുടെ കെട്ടിയിരുന്ന കുറ്റി ഊരി കെട്ടിപ്പോയാൽ പിന്നെ എവിടേക്കാ പോവാ? ഇതുപോലെ പ്രാണൻ പോയാൽ പിന്നെ ആർക്കും നിൽക്കാൻ പറ്റില്ല. കെട്ടുകുറ്റി പോയാൽ അത് പോയത് തന്നെ. ഇന്ദ്രിയങ്ങൾ ഇല്ലെങ്കിലും ദേഹം നിലനിൽക്കും. കണ്ണില്ലെങ്കിലും, മൂക്കില്ലെങ്കിലും, ചെവിയില്ലെങ്കിലും, മനസ്സില്ലെങ്കിലും ഒക്കെ എന്ത് ചെയ്യും? ശരീരം നിലനിൽക്കും എന്നിതുവരെ കാണിച്ചു. പക്ഷെ പ്രാണൻ ഇല്ലെങ്കിൽ
ഇന്ദ്രിയങ്ങൾക്ക് പോലും നിലനിൽപ്പില്ല. അതുകൊണ്ട് പ്രാണനാണ് ശ്രേഷ്ഠനെന്ന് ഇന്ദ്രിയങ്ങൾ അവസാനം സമ്മതിച്ചു. എന്നിട്ട് ഈ പ്രാണ ഇന്ദ്രിയ സംവാദം, അതാണ് ഇവിടുത്തെ വിഷയം. പ്രാണനും ഇന്ദ്രിയവുമായിട്ടുള്ള സംവാദം യുക്തിപൂർവം അവതരിപ്പിച്ചിട്ട് ഉപാസകന്മാർ പ്രാണന്റെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ് ആ പ്രാണനെ ഉപാസിക്കണം എന്ന് കാണിക്കാനാണ്. ഇന്ദ്രിയ ഉപാസനയല്ല ഇവിടെ ലക്ഷ്യം. ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും ഒക്കെ അസംഭവ്യമാണെങ്കിലും അതിനെ ഒരു അർത്ഥവാദ കഥയായിട്ട് എടുത്താൽ മതി. അതിപ്പോ കണ്ണ് പുറത്തു പോയിട്ട് വരികയാണെന്ന് സംഭവിക്കില്ല, പക്ഷെ കണ്ണ് കാണാതാകാം. ഒരു വർഷക്കാലം കണ്ണ് കാണാതിരിക്കാം, ചെവി കേൾക്കാതിരിക്കാം, അത് അത്രയേ ഉള്ളൂ. അല്ല ഇത് പുറത്തു പോയിട്ട് തിരിച്ചു വന്നു എന്നുള്ളത് ഒരു കഥയായിട്ട് എടുത്താൽ മതി. അത് നടന്ന സംഭവമായിട്ട് വിചാരിക്കണമെന്നില്ല. ഇവിടെ പറഞ്ഞു വന്നത് പ്രാണന്റെ ഉപാസന പറയാനാണ്. ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തു പോയാലും ശരീരത്തിൽ ഒന്നും സംഭവിക്കില്ല. പ്രാണൻ പോയാൽ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കും. ഇന്ദ്രിയങ്ങളെല്ലാം കൂടി പ്രാണനോട് പറഞ്ഞു, പോകരുതേ പോകരുതേ, നീ പോയാൽ ഞങ്ങളെല്ലാം നിശ്ചലമായി തീരും. അഥഃ പ്രാണ ഉത്ക്രമിഷ്യൻ യഥാ ഭാഫുഹയ സൈന്ധവ പഡ്വീഷ ശങ്കൂൻ സംവൃഹേത് ഏവം ഹൈവേമാൻ പ്രാണാൻ സംഭവഃ തേ ഹോജു മാ ഭഗവ ഉത്ക്രമീഹി ന വൈ ശക്ഷ്യാമസ്തുതേ ജീവിതമിതി തസ്യോ മേ ബലിം കുരുതേതി തഥേതി. അഥഃ പ്രാണ ഉത്ക്രമിഷ്യൻ യഥാ മഹാഫുഹയ സൈന്ധവ പഡ്വീഷ ശങ്കൂൻ സംവൃഹേത് ഏവം ഹൈവേമാൻ പ്രാണാൻ സംഭവഃ തേ ഹോജു മാ ഭഗവ ഉത്ക്രമീഹി ന വൈ ശക്ഷ്യാമസ്തുതേ ജീവിതമിതി തസ്യോ മേ ബലിം കുരുതേതി തഥേതി. സ്വാഹ വാഗുവാചാം യദ്വാ അഹം വസിഷ്ഠാസ്മി ത്വം തദ്വസിഷ്ഠോऽസീതി യദ്വാ അഹം പ്രതിഷ്ഠാസ്മി ത്വം തത്പ്രതിഷ്ഠോऽസീതി. ചക്ഷുഃ യദ്വാ അഹം സംവദസ്മി ത്വം സംവദസീതി. ശ്രോത്രം യദ്വാ അഹം ആയതനമസ്മി ത്വം തദായതനം അസീതി. മനഃ യദ്വാ അഹം പ്രജാതിരസ്തി ത്വം തത് പ്രജാതിരസീതി. രേതഃ തസ്യോ മേ കിമന്നം കിം വാസൈതി യദിദം കിഞ്ചാശുഭ്യ ആക്രമിഭ്യഃ ആകീടപതംഗേഭ്യഃ തത്തേ അന്നം ആപോ വാസൈതി. നഹ വാ അസ്യ അനന്നം ജഡം ഭവതി ന അനന്നം പരിഗൃഹീതാം. ഏവം ഏതത് അനസ്യാന്നം വേദ തദ്വിദ്വാംസശ്രോത്രിയാഃ അശിഷ്യന്താം ആചാമന്തി അശിത്വാചമന്തി ഏതമേവ തദനമഗ്നം കുർവന്തോ മന്യന്തേ ഇതി പ്രഥമം ബ്രാഹ്മണം. അപ്പോൾ സ്വാഹ വാഗുവാച്, ആ വാക്കു പറഞ്ഞു, യദ്വാ അഹം വസിഷ്ഠാസ്മി, എനിക്കുള്ള ഈ വസിഷ്ഠ ഗുണം, ഈ വശത്തിൽ സ്ഥിതി ചെയ്യുന്നതായ എൻ്റെ ഈ ഗുണം, ത്വം തദ് വസിഷ്ഠു അസി, അത് അങ്ങേക്കുള്ള ഗുണം തന്നെയാണ്. അങ്ങയുടെ വശത്തിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും വശിത്വ ഗുണമുണ്ടെങ്കിൽ അത് അങ്ങയോടുള്ള വശിത്വ ഗുണം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. യദ്വാ അഹം വസിഷ്ഠാസ്മി ത്വം തദ്വത് ത്വം ത്വത് വസിഷ്ഠു അസീതി. യദ്വാ അഹം പ്രതിഷ്ഠാസ്മി, എങ്ങനെയാണോ ഞാൻ നിലനിൽക്കുന്നത്, ത്വം തത് പ്രതിഷ്ഠോസീതി, നീയും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. എനിക്കിവിടെ നിലനിൽപ്പുണ്ടാകണമെങ്കിൽ നീ ഉണ്ടാകണം. നിന്റെ നിലനിൽപ്പാണ് എൻ്റെ നിലനിൽപ്പിന് കാരണം. ചക്ഷുഃ യദ്വാ അഹം സംവദസ്മി ത്വം തത് സംവദസീതി. ശ്രോത്രം, ചെവിയും അങ്ങനെ തന്നെ പറഞ്ഞു. എനിക്കുള്ള ഈ കാണുക എന്നുള്ള ഗുണം, കേൾക്കുക എന്നുള്ള ഗുണം, ഈ രണ്ട് ഗുണങ്ങളും, പ്രതിഷ്ഠാ ഗുണവും അതേപോലെ കേൾക്കുക എന്നുള്ള സമ്പദ് ഗുണവും, രണ്ടും അങ്ങേക്കുള്ളതാണ്.
ഇപ്പൊ ഞങ്ങൾക്കത് ബുദ്ധിയായി. സമ്പദസ്മി ത്വം തത് സമ്പദസീതി ശ്രോത്രം യദ്വാ അഹം ആയതനമസ്മി ത്വം തത് ആയതനം അസീതി മനഃ. എന്ത് ആശ്രയമാണോ ഉള്ളത് അത് അങ്ങയുടെ ആശ്രയം തന്നെയാണെന്ന് മനസ്സിനും ബോധ്യായി. യദ്വാഹം ആയതനമസ്മി ത്വം തത് ആയതനമസീതി മനഃ. യദ്വാ അഹം പ്രജാതിരസ്മി ത്വം തത് പ്രജാതിരസീതി രേതഃ. രേതസ് പറഞ്ഞു, അങ്ങുണ്ടെങ്കിൽ മാത്രമേ, പ്രാണനുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് രേതസ് കൊണ്ട് പ്രയോജനമുള്ളൂ, അല്ലെങ്കിൽ സൃഷ്ടി നടക്കില്ല എന്ന് രേതസ് പറഞ്ഞു. തസ്യാമേ കിമന്നം, അങ്ങനെയുള്ള എനിക്ക് കിം അന്നം, എന്താകുന്നു അന്നമായിട്ടുള്ളത്, കിം വാസഹ, എന്താകുന്നു വസ്ത്രമായിട്ടുള്ളത് എന്ന് തസ്യോമേ കിമന്നം കിം വാസി യദിദം കിഞ്ച ആശുഭ്യ, യാതെന്നാണോ പട്ടികൾ മുതൽ, ആശുഭ്യ ആ കൃമിഭ്യ, എന്താ കൃമികൾ മുതൽ, ആ കീടപതംഗേഭ്യ, കീടങ്ങൾ മുതൽ, പതംഗങ്ങൾ മുതൽ, അതായത് പുഴുക്കളിൽ നിന്നും, പാറ്റകളിൽ നിന്നും, കൃമികളിൽ നിന്നും, ശ്വാക്കളിൽ നിന്നും തുടങ്ങി, യത് ഇതം കിംച, എന്തൊക്കെയാണോ ഇവിടെയുള്ളത്, തത് തേ അന്നം, അതൊക്കെ അങ്ങയുടെ അന്നമാണെന്ന് എനിക്ക് ബോധ്യായി. യദിദം കിഞ്ച ശുഭ്യ, യദിദം കിഞ്ച ആശുഭ്യ ആക്രമിഭ്യ ആ കീടപതംഗേഭ്യ തത്തേ അന്നം, അത് നിന്റെ അന്നമാണ്. ആപോ വാസേതി, നിന്റെ അന്നമാകുന്നു. അപ്പുകളാണ് നിനക്ക് വസ്ത്രം, വെള്ളമാണ് നിനക്ക് വസ്ത്രമായിരിക്കുന്നത്. ഹവാ അസ്യ അനന്നം ജഗ്ധം ഭവതി, അനന്നം പ്രാണനില്ലാതെ ഈ അന്നത്തെ എങ്ങനെ ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റും? അന്നമുണ്ട്, പക്ഷെ പ്രാണനില്ലെങ്കിൽ ഈ ഭക്ഷണത്തെ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല, ഈ ഭക്ഷണത്തെ ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റില്ല. ജഗ്ധം ചൽ കടിച്ചു തിന്നുക, ഭക്ഷിക്കാതെ. ന അനന്നം പരിഗൃഹീതം, അന്നമില്ലാതെ ഞങ്ങൾക്ക് സ്വീകരിക്കപ്പെടാനും പറ്റില്ല. ഇത് അറിയാവുന്ന ഏവമേതത് അനന്യസ്യ അന്നം വേദ, അന്നമില്ലാത്തതിൻ്റെ അന്നത്തെക്കുറിച്ച് ആരാണോ അറിയുന്നത്, തദ് വിദ്വാംസ ശ്രോത്രിയാഹ, ആ വിദ്വാംസന്മാരായ ശ്രോത്രിയന്മാർ, ആ പണ്ഡിതന്മാരായ ശ്രോത്രിയന്മാർ, അശിഷ്യന്ത, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ആചമന്തി, അവരെന്ത് ചെയ്യും? ആചമിച്ചിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. അശിഷ്യന്ത ആചമന്തി, അശിത്വ ആചമന്തി, കഴിച്ചിട്ടും ആചമന്തി. ഏതമേവ തത് അനന്നം കുറുവന്തോ മന്യന്തെ. അതുകൊണ്ട് ഈ പ്രാണനെ തന്നെ അനന്യനാണ് എന്ന്, അന്നമില്ലാത്തവനാണ് ആക്കി തീർക്കുവാൻ അവർ വിചാരിച്ചു. രസകരമായ ഒരു ഉപസംഹാരമാണ്. ഇന്ദ്രിയങ്ങളെല്ലാം അവരുടെ പ്രത്യേക ഗുണങ്ങളെല്ലാം പ്രാണന്റെ ആണെന്ന് ഇപ്പൊ അംഗീകരിച്ചു. മുമ്പത്തെ അതാ പറഞ്ഞു അംഗീകരിച്ച കാരണം പ്രാണനുണ്ടെങ്കിലേ നിലനിൽപ്പുള്ളൂ എന്ന്, പ്രാണനാണ് സർവാത്മാവെന്ന്, പ്രാണനുണ്ടെങ്കിലേ കാണാൻ പറ്റൂ, കേൾക്കാൻ പറ്റൂ, രേതസ് വിസർജിക്കാൻ പറ്റൂ, പ്രജകളെ സൃഷ്ടിക്കാൻ പറ്റൂ, എല്ലാം പറ്റൂ എന്ന്. അതുകൊണ്ട് ഭക്ഷണവും ഈ പ്രാണന്റെ ഭക്ഷണമാണ് വെള്ളം. ഞങ്ങൾക്ക് ഭക്ഷിക്കണമെങ്കിൽ പ്രാണൻ വേണം, ആ പ്രാണന്റെ ഭക്ഷണം വെള്ളമാണ്. അതുകൊണ്ട് പ്രാണനെ ആച്ഛാദനം ചെയ്യുന്നത് വെള്ളമാണെന്ന് സങ്കല്പിച്ച് ഉപാസന ചെയ്താണ് ഇവിടെ പറയുക. ഇവിടെയും പ്രാണോപാസനയാണ്. അന്നത്തെ പ്രാണനാണെന്ന് സങ്കല്പിച്ച് ഉപാസിക്കണം എന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അഭക്ഷ്യഭക്ഷണത്തിന്റെ ദോഷം ബാധിക്കില്ല അങ്ങനെ ചെയ്താൽ. ഭക്ഷണം കൊണ്ടുള്ള ദോഷം ബാധിക്കാതിരിക്കാൻ ഭക്ഷണം മുമ്പിൽ കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യണം? ആ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ വെള്ളം ഉപയോഗിച്ച് ആ ഭക്ഷണത്തെ ഒന്ന് വട്ടം ചുറ്റിയെടുക്കണം.
ഉദകപൂർവമായിട്ട് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു തുള്ളി വെള്ളം കയ്യിലെടുത്ത് കുടിച്ചിട്ട് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴും എന്ത് ചെയ്യണം? ഒരു തുള്ളി വെള്ളം കുടിച്ച് കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കണം. കാല് കഴുകിയിട്ട് ഭക്ഷണം കഴിക്കണം. മുഖം കഴുകിയിട്ട് ഭക്ഷണം കഴിക്കണം. ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ട് കഴിക്കണം. ആചമിച്ചിട്ട് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യണം? ആചമിക്കണം. അങ്ങനെ ആയാൽ ഭക്ഷണമുള്ള ദോഷം ബാധിക്കും. മനുഷ്യത്ത് എന്ത് നല്ല ഉപദേശം കൊടുക്കുക. ഇപ്പം നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചെയ്യാറുണ്ട്. ഇത് അവശ്യമാണെന്ന് ഉപനിഷത്ത് സ്ഥാപിക്കുകയാണ്. ഭക്ഷണദോഷം ബാധിക്കാതിരിക്കാൻ. അതിനെന്താ ഇവിടെ പറഞ്ഞത്? ഭക്ഷണത്തെ പൊതിഞ്ഞു നിർത്തുന്ന വസ്തുവാണ് അപ്പ് അല്ലെങ്കിൽ വെള്ളം എന്നത് അല്പം നമ്മൾ പറഞ്ഞതാണ്. ഏവമേവ ഏതത് അസ്യ അന്നം വേദ തദ് വിദ്വാംസ ശ്രോത്രിയാഹ അശിഷ്യന്ത ആചമന്തി അശിത്വ ആചമന്തി ഏതമേവ തത് ഏവമേവ ഏവ തദനമഗ്നം അനഗ്നം കുർവന്തോ മന്യന്തേ. അതുകൊണ്ട് അന്നത്തെ നഗ്നമായി വിചാരിച്ച് അവർ ചെയ്യില്ല. കാരണം എന്താണ്? ആപോ വാഹു, വെള്ളം എന്താണ്? ഒരു വസ്ത്രമാണ്. എന്തിൻ്റെ? അന്നത്തിന്റെ വസ്ത്രമാണ്. അന്നത്തെ പൊതിഞ്ഞു നിർത്തുന്ന വെള്ളമാണ്. അപ്പം ഈ വെള്ളത്തെ ഉപജീവിച്ചു കൊണ്ടാണ് അന്നം കഴിക്കുന്നതെങ്കിൽ അന്നം ദോഷമാവില്ല. അന്നത്തിന്റെ കേടുപാടുകളും ദോഷങ്ങളും ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? അവിടെ ഉപസംഹരിക്കപ്പെടും എന്ന് പ്രാണോപാസന കൊണ്ട് അന്നോപാസനയിലെത്തി ഭക്ഷണം കഴിക്കുമ്പോൾ അന്നത്തെ പ്രാണനെന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിനെ പരിശുദ്ധമാക്കി കൈ കഴുകി ശുദ്ധമായ സ്ഥലത്ത് ശുദ്ധമായ പാത്രത്തിൽ കൈ ശുദ്ധമായി കഴുകി ആ കയ്യിലെ വെള്ളം കൊണ്ട് ആ ഭക്ഷണം ഇരിക്കുന്നതിൻ്റെ ചുറ്റുഭാഗത്ത് ഒന്ന് വീഴ്ത്തി ഒരു തുള്ളി വെള്ളം വായിലൊഴിച്ച് കുടിച്ചിട്ട് ഭക്ഷണം. ഇങ്ങനെ ചെയ്താൽ അന്നദോഷം ബാധിക്കില്ല. അത് പ്രാണോപാസനയുടെ പ്രധാന അംശമാണ് എന്ന് പറഞ്ഞ് ആ ബ്രാഹ്മണോടെ ഉപസംഹരിക്കുക. അപ്പൊ അന്നം നമ്മുടെ ശരീരത്തിന് വേണ്ടിയുള്ളതല്ല, പ്രാണന് വേണ്ടിയുള്ളതല്ലേ? ആണ്. കാരണം അന്നമുണ്ടെങ്കിലേ പ്രാണൻ നിൽക്കൂ. അല്ല പ്രാണനില്ലല്ലോ. 4 ദിവസം കഴിക്കരുത് നോക്ക്. അതെ അതെ അതെ. പ്രാണന്റെ ശക്തി പോകും. പക്ഷെ നമ്മള് പൊതുവെ ശരീരത്തിന് വേണ്ടി ശരീരം നന്നാക്കാൻ വേണ്ടിയാണ് നമ്മൾ വിചാരിച്ചത്. അതിന്റെ ഒരംശം ശരീരമായിട്ട് മാറും. അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി പ്രാണൻ വയ്ക്കണം. പ്രാണനെ നിലനിർത്താനാണെന്നുള്ള കാര്യമേ മറന്നാ നമ്മള്. അതുകൊണ്ടാണ് ഭക്ഷണം പറഞ്ഞ വിശിഷ്ടമായ വസ്തുവായിട്ട് കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. എത്ര സൂക്ഷ്മതലത്തിലാണ് സുന്ദരമായി ആ അന്നമഹാത്മ്യം മുന്നേറ്റ് പറഞ്ഞു. കാരണം നമ്മുടെ എന്താ പറഞ്ഞ നമ്മുടെ നിത്യജീവിതത്തിന് വേണ്ടതാണ്. അത് ആ ഉപനിഷത്തിന്റെ ഒരു വലിയ ഗുണം നിത്യജീവിതത്തിൽ നിസ്സാരമെന്ന് കാണുന്ന കാര്യങ്ങളെ ഭാരവൽക്കരിച്ചതിന്റെ ആവശ്യകത യുക്തിസഹമായിട്ട് ശാസ്ത്രീയമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊള്ളു. അതൊരു ആചാരമല്ല. പ്രത്യേകിച്ച് ഈ അവസാന ഭാഗത്ത് ഇത് എല്ലാവരും ആചരിക്കേണ്ട കാര്യം, നമ്മുടെ നിത്യജീവിതത്തിൽ ആചരിക്കേണ്ട കാര്യം ഉപനിഷത്തിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അപ്പം വെറും വേദാന്തം തന്നെ അല്ല പറയുന്നത്. അല്ല എന്നുള്ള ഉറപ്പാണത്. പഠിച്ചു വരുമ്പോഴല്ലേ അറിയൂ. സാഹവാഗുവാചാം യദ്വാഹം വസിഷ്ഠാസ്മി ത്വം തദ്വസിഷ്ഠോऽസീതി യദ്വാ അഹം പ്രതിഷ്ഠാസ്മി ത്വം തത്പ്രതിഷ്ഠോऽസീതി ചക്ഷുഃ യദ്വാഹം സമ്പദസ്മി ത്വം തത് സമ്പദസീതി ശ്രോത്രം യദ്വാ അഹമായതനമസ്മി ത്വം തദായതനമസീതി മനഃ യദ്വാ അഹം പ്രജാപതിരസ്മി ത്വം തത് പ്രജാപതിരസീതി ഏതഃ തസ്യോമേതി മന്നം കിംവാസീതി യദിദം കിഞ്ച ആശുഭ്യഃ ആകൃമിഭ്യഃ ആകീടപതംഗേഭ്യഃ തത്തേ അന്നം ആപോ വാസയിതി നഹ വാ അസ്യ അനന്നം ജക്ഷം ഭവതി ന അനന്നം പരിഗൃഹീതം ഏവം ഏതത് അനസ്യാന്നം വേദ തദ്വിദ്വാംസശ്രോത്രിയ അശിഷ്യന്ത ആചമന്തി അഹിത്വാചമന്തി ഏതമേവ തത് അനഗ്രം കുർവന്തോ മന്യന്തേ ഇതി പ്രഥമം ബ്രാഹ്മണം എന്നും ഒന്നാമത്തെ ബ്രാഹ്മണം അവിടെ ചെയ്യുക. നമുക്ക് അവിടെ ഉപസംഹരിക്കാം. അങ്ങനെ
ഒത്തിരി താമസിച്ചുവെങ്കിലും അത് ഒന്ന് തീർത്തോട്ടെ വിചാരിക്കുന്നില്ല. പിന്നെ 3-4 ബ്രാഹ്മണങ്ങളേ ഉള്ളൂ. അതിൽ 20 ചെറിയ വിഷയം മാത്രം അവതരിപ്പിച്ചത് പൂർത്തിയാക്കണം. എന്തായാലും ഇതിൽ പ്രാണോപാസന പറയാൻ വേണ്ടി മാത്രമാണ് ഇത്രയും പറഞ്ഞത്. അതിനുവേണ്ടി അവസാന കഥയും കൂടി പറഞ്ഞിട്ട് ബാക്കി ആര് പുറത്തു പോയാലും മനുഷ്യൻ ജീവിക്കും, പ്രാണം പോയാൽ ജീവിക്കും. അതുകൊണ്ട് അന്നം പ്രാണൻ തന്നെയാണ്, പ്രാണന് വേണ്ടിയാണ് അന്നം, അന്നത്തിൻ്റെ വസ്ത്രമാണ് വെള്ളം. ഇത് മനസ്സിലാക്കി നന്നായിട്ട് ആചമിച്ച് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചിട്ട് ഈ ഉപദേശം നമ്മളെപ്പോഴും ആചമനം ചെയ്യുമ്പോഴും പ്രാണായസ്വാഹ ആണല്ലോ തുടങ്ങുന്നത്. അതെ, പ്രാണാപാന ഉദാന ധ്യാനങ്ങളാണ്. ദേവന്മാർക്ക് ഭക്ഷണം കൊടുക്കണമെന്നാണ് നമ്മൾ കഴിക്കുന്ന ഒന്നും. ഇനി ഒന്നുമില്ലെങ്കിൽ എന്താണ് കൈകാലുകൾ ഭക്ഷണം കഴിക്കാന്ന് പണ്ടൊരു ആചാരം ഉണ്ടായിരുന്നു. നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ കൈയും കാലും മുഖമൊക്കെ കഴുകി പോയി കഴിക്കണം എന്ന് പറയുമായിരുന്നു. ഇപ്പൊ കയ്യെങ്കിലും കഴുകണം. പക്ഷെ കോവിഡ് കാലത്താണ് അത് ശരിക്കും അത് എല്ലാ അർത്ഥത്തിലും അത് ആവശ്യമാണ്. അതേന്നെ. അപ്പൊ വന്നപ്പോഴാണ് ഇത് ഈ കൈയുടെ ആവശ്യം മനസ്സിലായി. പക്ഷെ അന്നേ ഉപനിഷത്ത് പറഞ്ഞു വെച്ചതേ കോവിഡൊക്കെ വരുന്ന എത്രയോ മുമ്പ് ആചമിച്ചിട്ട് കഴിക്കൂ, കഴിച്ചിട്ടോ ആചമിക്കൂ. ഒരു കോവിഡും വരത്തില്ലായിരുന്നു. ഒന്നും വരില്ല. അതിന് യുക്തിസഹമായ കാരണം പറഞ്ഞു, അന്നോ വാസൈതി. അത് വസ്ത്രം തന്നെയാണ്, പൊതിഞ്ഞ് സൂക്ഷിക്കുന്നതാണ്. അതായത് ഒത്തിരി നല്ല പാഠങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഉപനിഷത്ത് പാഠങ്ങൾ. ഈ അനഗ്നം എന്ന് പറയുന്നത് നല്ലൊരു വേടല്ലേ സാറ്? ഞാൻ അതിന്റെ അർത്ഥം സാറ് പറഞ്ഞപ്പോഴാ മനസ്സിലായത്. ഓ അത് ശരി. വസ്ത്രം, അന്നത്തെ പൊതിയുന്ന വസ്ത്രമാണ് അതെ അതെ. അതുകൊണ്ടായിരിക്കും കൈ കഴുകിയിട്ട് കഴിക്കണം എന്ന് പറയുന്നത്. വസ്ത്രത്തിന് പകരമായിട്ട് നഗ്നനല്ലാത്തത് അനഗ്നം എന്ന് തന്നെയാ പറഞ്ഞു. നല്ല പ്രയോഗം. അല്ല മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞു തന്നോണ്ട് മനസ്സിലായി. അല്ലെങ്കിൽ പെട്ടെന്ന് ഞങ്ങള് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഒന്നും മനസ്സിലാവില്ല. അത്രയും കിട്ടില്ല. ഒരാൾ പറഞ്ഞിട്ട് വായിക്കുമ്പോ മനസ്സിലാവും. ഇല്ലെങ്കിൽ അത് വസ്ത്രമാണെന്നുള്ളത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യത്തില്ല. അതെ, അതെങ്ങനെ വസ്ത്രമായത് വെള്ളം വസ്ത്രമാകുന്ന എങ്ങനെയാന്ന് നോക്കുമ്പോൾ കിട്ടുകയില്ല. അതൊരാൾ പറയുമ്പോഴേ മനസ്സിലാവും. അനഗ്നം എന്നുള്ളതും പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലോട്ട് വരത്തില്ല. മാങ്ങനെയൊക്കെ ചുഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് പോകുന്ന പോലെ എന്നാലേ അനഗ്നം എന്ന് കിട്ടത്തുള്ളൂ, വസ്ത്രത്തിലോട്ട് എത്തത്തുള്ളൂ. അതെ അതെ അതെ. ശരിക്കും വാസ്തവമാണ്. ഏത് പാചകം ചെയ്യുമ്പോഴും നമുക്ക് വെള്ളത്തിന്റെ ആവശ്യമുണ്ടല്ലോ. വെള്ളമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വളരെ ഒരു നല്ലൊരു ഇതാണ് ഇത്. പിന്നെ അല്ല, അത് തന്നെയല്ല. ജലാംശം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ദഹനക്രിയയും ശരിക്കും നടക്കില്ല. അതല്ലേ പറഞ്ഞേ. വെള്ളം ആചമിക്കുന്നതിനകത്ത് വെള്ളം കുടിക്കലുണ്ട്. അതും കഴിഞ്ഞിട്ട് വേണം അവസാനം വെള്ളം കുടിക്കണം. അതുപോലെ നമ്മുടെ എല്ലാ ക്രിയകൾക്കും ആൾക്കാർ ബ്രാഹ്മണരെ എടുത്ത് ഭക്ഷണം കൊടുക്കുമ്പോൾ ആദ്യം വെള്ളം കൊടുക്കും, അവസാനം വെള്ളം കൊടുക്കും. ഇത് കഴിഞ്ഞ് അവരെ എണീപ്പിച്ചുള്ളൂ. അതൊക്കെ ഒരു ചടങ്ങായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പക്ഷെ സത്യമാണെന്ന് പറഞ്ഞു. ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിലാണ് ഇതെല്ലാം വന്നത്. അല്ലെ, ഈ ഒരു മന്ത്രം കുട്ടികളെ പഠിപ്പിക്കണം. ശരിയാ. അവര് കഴിയുന്ന ഭക്ഷണം കഴിക്കണം. അതിന്റെ ആവശ്യകത ഈ സ്കൂൾ കോളേജ് കുട്ടികളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പക്ഷെ അവർക്കൊന്നും പറയാൻ നമുക്ക് പറ്റിയല്ലോ. അവരുടെ ഇതൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതേമാതിരിയുള്ള കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്തിട്ട് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാണെന്നുണ്ടെങ്കിൽ അതന്നെ എന്ത് ഭംഗിയാവും. ഒരു രോഗവും വരില്ല. അത് തന്നെയല്ല, അത് ഈ പുതിയ ശാസ്ത്രവുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തുമ്പോൾ ഭാരതീയർ എത്രയോ മുന്നേ ഇത് കണ്ടു. അതെ, ഈ കോവിഡ് വരുന്ന എത്ര ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപനിഷത്ത് കണ്ടെത്തി നമ്മളോട് പറഞ്ഞതാണ്. പക്ഷെ ഈ ഉപനിഷത്ത് അടച്ചു വെച്ചേക്കുന്നതുകൊണ്ട് ആരും അറിയുന്നില്ല. നമ്മളെ നിവൃത്ത് അങ്ങോട്ട് കടന്നപ്പോഴല്ലേ നമ്മൾ അറിഞ്ഞത്. അല്ലേ ആരും അറിയും. ഇപ്പോഴും ചെയ്യാവുന്നതേ ഉള്ളൂ. ആഴ്ചയിൽ ഒരു ക്ലാസ് എങ്കിലും അവർക്ക് നമ്മൾ പുറത്തുനിന്നുള്ളവരാരെങ്കിലും കൊടുത്താൽ പറ്റും. കുട്ടികൾക്ക് ഇങ്ങനെ ക്ലാസ് ഇതേ ഒരു വരി മാത്രം കുട്ടിയത് ആപോ വാസ
അല്ല അത് പാടില്ലെന്ന് വരുത്തി വെച്ചിരിക്കുകയല്ലേ നമ്മുടെ അതല്ലേ ക്ഷേത്രങ്ങളിലോ. പറ്റിയല്ലോ. അതെ അതെ, ഉപനിഷത്ത് പഠിപ്പിക്കാതെ വേദാന്തം പഠിപ്പിക്കാന്ന വിചാരം. ഓ ഉപനിഷത്ത് പഠിപ്പിക്കുക, സനാതന ധർമ്മം പഠിപ്പിക്കുക, ഓ അത് പോയി. നിഷിദ്ധമാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയല്ലേ. അതന്നെ, ഇത് അതായത് ഭക്ഷണം ബ്രിട്ടീഷുകാർ പറഞ്ഞതിനേക്കാൾ ആ അതിന് തടസ്സം സൃഷ്ടിച്ചത് 47-ന് ശേഷം നമ്മൾ തന്നെയാണ്. അത്രേ ഉള്ളൂ, ഇത് അത്രേ ഉള്ളൂ. ഇതൊന്നും പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ പഠിപ്പിക്കുക. ഒരു രക്ഷയില്ല. അതെ അതെ, നമ്മുടെ പുണ്യം കൊണ്ടും ഭാഗ്യം കൊണ്ടും ഒക്കെ എത്രയും പഠിക്കാൻ പറ്റും. അല്ലെ, നമ്മൾ അറിയാതെ പോവുകയല്ലേ ഇതൊക്കെ. ഞങ്ങളുടെ പുണ്യം കൊണ്ട് വല്ലതും പറഞ്ഞ സംഖ്യ എന്ന് പറയും. സംഖ്യ എന്തെന്നാ മഹാഭാവികളോ വല്ലതും ആണോ? അതെ 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 അതെ. അല്ല സംഖ്യകള് ഭാരതീയരല്ല. അതെ അതെ അതെ, ബാക്കിയുള്ളവരാണ് ഭാരതീയർ. അതെ എന്നാ വെച്ചിരിക്കുന്നത്. അല്ല, ഇവിടുത്തെ സംസാരം കേട്ടാ അങ്ങനെയല്ലേ നമുക്ക് അങ്ങനെ തോന്നുന്നു. അങ്ങനെ തോന്നുന്നുണ്ട്. അതെ അതെ, ശരിയാണ്. ബാക്കി എല്ലാവരും ചെയ്യുന്നത് ശരിയാണ്, അത് ചെയ്യേണ്ടതാണ്. ഇവർ പറയുന്നത് അത് എല്ലാം ശരിയല്ല. തെറ്റാ, ശരിയല്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ, എത്ര ഭംഗിയായിട്ട് നമ്മൾ അന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവരാണ്. അതെ അതെ, അല്ല എത്ര ശാസ്ത്രീയമായിട്ടാണ് ഈ കാഴ്ചപ്പാട്. അത് ആചരിക്കേണ്ടത് കൊണ്ട് അതിന് ഒരു ഡിവൈൻ പരിവേഷം അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ അങ്ങനെ ആചരണമാണെങ്കിൽ മാത്രമേ ആചരിക്കുള്ളൂ, അത് ചെയ്യില്ല. അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പാഠം പഠിച്ച് പരീക്ഷ എഴുതി മാർക്ക് മേടിച്ച് പോവുകയുള്ളൂ. അതെ, അതുപോലല്ലോ. ഈ ആചരിച്ചിരുന്നവരിത് മനസ്സിലാക്കിയിരുന്നില്ല. അതാണ് അത് സത്യം. മനസ്സിലാക്കിയതിന് നമുക്ക് പറഞ്ഞൊന്നുമില്ല. വളരെ ശരിയാണ്. ഒന്നുമില്ല. അല്ല, അത് പിൽക്കാലത്ത് പറ്റിയത് അതിന്റെ പിന്നിലെ ശാസ്ത്രം മനസ്സിലാക്കാതെ കണ്ട് ഒരു യാന്ത്രികമായി ചെയ്തു പോന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ പദം തന്നെ ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴല്ലയോ അനഗ്നം എന്ന് പറഞ്ഞാൽ വസ്ത്രമില്ലാത്ത. ശരിക്കും അനഗ്നം ഇല്ലാത്ത. പക്ഷെ എന്ന് പറഞ്ഞതുപോലെ ഇതിനെ മനസ്സിലാക്കാതെ ചെയ്തു പോകുന്നത് കൊണ്ട് എന്തോ ചെയ്യാനാ, മാറുമെന്ന് വിചാരിക്കാം. അതെ, നമുക്ക് പഠിക്കാൻ പറ്റി. നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഇത് പറഞ്ഞു കൊടുക്കാൻ നോക്കാം. ചെയ്യുന്ന കേൾക്കട്ടെ, അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാം. ഇന്ന വലുത്തൽ ഇന്ന ഭാഗത്ത് ഈ വരി തന്നെയുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഇത് കേൾക്കാൻ പറ്റുന്നുണ്ട് പറഞ്ഞു കൊടുത്ത് നോക്കാം. ശരിക്കും കേൾക്കട്ടെ. എന്തായാലും നമുക്ക് ഇന്ന് പുസ്തകം ഇരിക്കാം. ബാക്കി അടുത്ത വാർത്തയാക്കാം. ശരി സാർ. പൂർണ്ണമാതായ പൂർണ്ണമേകാതെ നമസ്കാരം സാർ.